എ ഗ്ലാസ് ഓഫ് മിൽക്ക്. നമ്മൾ പഠിക്കുന്ന യൂണിറ്റ് ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ഹെൽപ്പിംഗ് ഹാൻഡ്സ് ആണ്. അപ്പോൾ എ ഗ്ലാസ് ഓഫ് മിൽക്ക് എന്ന സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോൾ അതുമായിട്ട് എന്തോ റിലേഷൻ ഉണ്ട് അല്ലെ, ഹെൽപ്പിംഗ് ഹാൻഡ്സ് ആയിട്ട് എന്തോ റിലേഷൻ ഉണ്ട്. അപ്പോൾ എ ഗ്ലാസ് ഓഫ് മിൽക്ക് എന്ന് പറയുമ്പോൾ ഒരു ഗ്ലാസ് പാല്. ഒരു ഗ്ലാസ് പാൽ എന്ന് പറയുമ്പോൾ എന്താണ് പാലിന്റെ ഗുണം? നിങ്ങളോട് ഇപ്പം ഞാൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ പറയും? ഒരു ഗ്ലാസ് പാൽ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശക്കൂല, അത്യാവശ്യം അല്ലേ, നമുക്ക് എന്താണ് കാൽസ്യം ഒക്കെ കിട്ടും എന്നൊക്കെ പറയും. ഇവിടെ പാലിന്റെ വില എന്ന് പറയുന്നത് അതിലും മേലെയാണ്. ഒരു ഗ്ലാസ് പാലിന്റെ വില എന്ന് പറയുന്നത് അതിലും മേലെയാണ്. സോ ആ വില എന്താണ് എന്നറിയാം നമുക്ക്. അപ്പോൾ ഒപ്പം നിങ്ങൾ പറയും ഒരു പാക്കറ്റ് പാലിന് ഇപ്പം എത്ര രൂപയുണ്ട്? 26 ഉണ്ട്, 28, അങ്ങനെ പല റേഞ്ചിലുള്ളതുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ പറയും ഒരു ഗ്ലാസ് പാൽ എന്ന് പറഞ്ഞാൽ ഒരു പാക്കറ്റ് പാലിൽ 2 ഗ്ലാസ് പാലുണ്ടാവും, അതാണ് വിലയെന്ന് ഉദ്ദേശിക്കരുത്. ദിസ് ഇസ് ജസ്റ്റ് എന്താണ്, നമുക്ക് വില മതിക്കാനാവാത്ത ഒരു വിലയാണ് ഈ ഗ്ലാസ് പാലിനുള്ളത്. അതെന്താന്ന് നമുക്ക് അറിയണ്ടേ? അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് പോകാം. ഹാസ് എനി സ്ട്രേഞ്ചർ എവർ അപ്രോച്ച്ഡ് യു ഫോർ ഹെൽപ്പ്? ഇന്ന് വരെ ഏതെങ്കിലും ഒരു അപരിചിതൻ, സ്ട്രേഞ്ചർ എന്ന് വെച്ചാൽ എന്താ? അപരിചിതൻ, നിങ്ങൾക്കറിയാത്ത ആൾക്കാർ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടോ എന്ന്. അപ്രോച്ച്ഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് വരിക എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ആരെങ്കിലും ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടോ? ആക്ച്വലി നമുക്ക് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ ഭയങ്കര താല്പര്യമൊക്കെയാണ് അല്ലേ. പക്ഷെ ഇപ്പം നമ്മൾ വണ്ടിക്ക് പോവാണ് അല്ലെങ്കിൽ നടന്നു പോവാണ്, ഒരു ചേട്ടൻ വന്നിട്ട് ബൈക്ക് നിർത്തുവാണ്, സ്ഥലം ചോദിക്കുവാണ്, പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഒരു ഇത്തിരി ഡേഞ്ചറസ് കാലഘട്ടമാണ് അല്ലെ. ഇത്തിരി അല്ല, ഒത്തിരി ഡേഞ്ചറസ് ആണ്. നമുക്കറിയില്ല, ചിലപ്പോൾ നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ മാല പൊട്ടിക്കാൻ പോണത്, ചിലപ്പോൾ നമ്മൾ പിടിച്ചുകൊണ്ട് പോകാൻ പോകണം. അപ്പം നമുക്ക് പേടിയാണ്. അതുകൊണ്ടിട്ട് തന്നെ നിങ്ങളോട് ഒരു സ്ട്രേഞ്ചർ അടുത്ത് വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളല്ലേ, നിങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും സ്ട്രേഞ്ചേഴ്സിനോട് മിണ്ടരുത്, സ്ട്രേഞ്ചേഴ്സ് ഒന്നും തന്നാൽ തിന്നരുത്, അങ്ങനെ കുറേ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടായിരിക്കും നിങ്ങൾ സ്കൂളിലോട്ട് വരുന്നത്. ശരിയാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പം നമുക്ക് സ്ട്രേഞ്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ കുറച്ചൊന്ന് മാറ്റി വയ്ക്കാം. പക്ഷെ നമുക്ക് നമ്മുടെ പാരൻസ് ഒക്കെ ഒപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വഴിയൊക്കെ പറഞ്ഞു കൊടുക്കാം. കാരണം അപ്പം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ കൂടെ ആളുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വന്നിട്ടുണ്ടോയെന്നാണ് ചോദിക്കുന്നത്. വന്നിട്ടുണ്ടാവാൻ സാധ്യത കുറവാണ്, കാരണം നിങ്ങൾ ഒറ്റയ്ക്ക് പോകുന്ന സ്ഥലങ്ങൾ കുറവല്ലേ. ഇപ്പോൾ പാരൻസിൻ്റെ കൂടെ പോകുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വഴി പറഞ്ഞു തരുമോ, ഇത് ഇങ്ങോട്ടാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവും. എന്തായാലും നമുക്ക് നോക്കാം. ഹൗ ഡിഡ് യു ട്രീറ്റ് ഹിം ഓർ ഹെർ? അങ്ങനെ ഒരാൾ വന്നാൽ അവരെ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യാന്ന്? അതായത് നന്നായിട്ട് ട്രീറ്റ് ചെയ്യോ, അല്ലെങ്കിൽ പറഞ്ഞു തരാതെ ദേഷ്യപ്പെടോ, എന്നെ കൊണ്ടൊന്നും വയ്യ, അങ്ങനെ വല്ലതും പറയോ? എന്താണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുക എന്നാണ് ചോദ്യം. അപ്പം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച്, നിങ്ങളുടെ ക്യാരക്ടർ അനുസരിച്ച് അത് മാറും. അപ്പം നിങ്ങൾ നല്ല കുട്ടികളാണ്, നിങ്ങൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇപ്പം അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാമല്ലോ. Here you find a young woman's experience when a stranger approaches her for some water. ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ഒരു യങ് വുമൺ ആണ്. യങ് വുമൺ എന്ന് പറഞ്ഞാൽ അധികം പ്രായമില്ല, ഒരു ചെറുപ്പക്കാരിയുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അനുഭവമാണ്. എന്തെന്ന അനുഭവം? when a stranger approaches her for some water. ഒരു സ്ട്രേഞ്ചർ വന്നിട്ട്, ഒരു തികച്ചും അപരിചിതനായ ഒരു വ്യക്തി വന്നിട്ട് കുറച്ച് വെള്ളം ചോദിക്കുമ്പോൾ ആ ചെറുപ്പക്കാരിക്ക് ഉണ്ടായ അനുഭവമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ ചാപ്റ്ററിന്റെ പേര് നമുക്കറിയാം, എ ഗ്ലാസ് ഓഫ് മിൽക്ക്. എ ഗ്ലാസ് ഓഫ് മിൽക്ക്. One day, a poor boy was selling goods from door to door to pay his way through school. അപ്പോൾ ഒരു ആൺകുട്ടിയുടെ കഥയാണ് നമ്മൾ പാടാൻ പോകുന്നത്. ഒരു ദിവസം ഒരു പാവപ്പെട്ട ആൺകുട്ടി അല്ലെ, ഒരു പുവർ ബോയ് ആണ്. പുവർ ബോയ് എന്ന് വെച്ചാൽ ഒരു പാവപ്പെട്ട വീട്ടിലാണ്. വാസ് സെല്ലിങ് ഗുഡ്സ് എന്ന് വെച്ചാൽ സാധനങ്ങൾ വിൽക്കുകയാണ്. ഫ്രം ഡോർ ടു ഡോർ, അതായത് എന്താണ്? വീട് തോറും കയറി ഇറങ്ങണം. കടയൊന്നുമില്ല, സ്വന്തമായിട്ട് കടയൊന്നും നടത്തണമല്ല. ഡോർ ടു ഡോർ എന്ന് പറയുന്നത് വീട്ടിൽ വന്നിട്ട് നമ്മൾ സെയിൽസ് മാൻ ഒക്കെ വരില്ലേ നമ്മുടെ വീട്ടിൽ, അതേപോലെ ഫ്രം ഡോർ ടു ഡോർ ടു പേ ഹിസ് വേ ത്രൂ സ്കൂൾ. അപ്പോൾ സ്കൂളിലോട്ട് പോണ വഴിയാണ്. അപ്പോൾ അതിനൊപ്പം തന്നെ എന്താണ്, ഒരു സാധനങ്ങളൊക്കെ വിറ്റിട്ടാണ് ആള് പോകുന്നത്. അപ്പോൾ ചെറിയൊരു ആൺകുട്ടിയാണ്, നിങ്ങളുടെ പ്രായം എന്നൊക്കെ നമുക്ക് ഊഹിക്കാം. ഇറ്റ് വാസ് എ ഹോട്ട് ഡേ ആൻഡ് ഹി ഫെൽറ്റ് ടയേർഡ് ആൻഡ് ഹംഗ്രി. എന്താണ്, ആ ദിവസം ഭയങ്കര ചൂടായിരുന്നു അല്ലേ, നല്ല സൂര്യനുള്ള സമയമാണ്, നല്ല ചൂട് ദിവസമാണ്. ഹി ഫെൽറ്റ് ടയേർഡ്, ഭയങ്കര ക്ഷീണവും തോന്നി. പിന്നെ എന്താണ്, ഹംഗ്രി എന്ന് വെച്ചാൽ എന്താ? വിശപ്പും, ഭയങ്കര വിശപ്പും തോന്നി. അപ്പം ക്ഷീണം തോന്നി, വിശപ്പും തോന്നി. കാരണം കൂടാതെ നല്ല ചൂടാണ്. അപ്പം ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് ഇപ്പോൾ ഒരു തണുത്ത കാലാവസ്ഥയിൽ പോണ പോലെ തന്നെ അല്ല, ഒരു ചൂടുള്ള കാലാവസ്ഥയിൽ പെട്ടെന്ന് നമ്മൾ ടയേർഡാവും. നമ്മുടെ ബോഡിയിലുള്ള വെള്ളമൊക്കെ ഇവേപ്പറായിട്ട് പോകില്ല, നമ്മൾ വേർക്കും. അപ്പം നമ്മുടെ ബോഡിയിലുള്ള വാട്ടർ കണ്ടന്റ് ഒക്കെ കുറയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡാകും, എക്സോസ്റ്റഡ് ആകും. ഹി ഹാഡ് ഓൺലി 1 thin dime ലെഫ്റ്റ് വിത്ത്. അപ്പം കയ്യിലാണെങ്കിൽ ഒരു തിൻ ഡൈമാണ്. ഡൈം എന്ന് വെച്ചാൽ
കോയിനാണ്, ഒരു 10 cent കോയിനാണ്, ഒരു സ്മോൾ എമൗണ്ട് ഓഫ് മണിനെയാണ് ഡൈം എന്ന് പറയുന്നത്. ഹി ഹാഡ് ഓൺലി 1 thin dime ലെഫ്റ്റ് വിത്ത് ഹിം. ആകെ ഒരു ഡൈം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കയ്യിൽ. അപ്പോൾ വിശക്കുന്നുണ്ട്, ടയേർഡാണ്, സാധനങ്ങൾ വിറ്റുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ള ഇതിലാണ് നടക്കുന്നത് അല്ലേ. ഹി ഡിസൈഡഡ് നോട്ട് ടു ആസ്ക് ഫോർ എ മീൽ അറ്റ് ദ നെക്സ്റ്റ് ഹൗസ്. അപ്പോൾ തീരുമാനിക്കുകയാണ്, അടുത്ത വീട്ടിൽ പോയിട്ട് ഞാൻ മീൽ എന്താണ്, ഫുഡ് അല്ലേ, ഭക്ഷണമൊന്നും ഞാൻ ചോദിക്കില്ല. അപ്പോൾ വിശന്നിട്ട് പോയി കേട്ടോ, വിശന്നിട്ട് പോയ ഒരു കൊച്ചാൺകുട്ടിയാണ്, വിശന്നിട്ട് പോയി. അപ്പം എന്ത് ചെയ്യുന്ന അറിയാൻ പാടില്ല. പക്ഷെ ഇവിടെ കുട്ടി തീരുമാനിക്കുന്നുണ്ട്, ഹി ഡിസൈഡഡ് നോട്ട് ടു ആസ്ക് ഫോർ എ മീൽ അറ്റ് ദ നെക്സ്റ്റ് ഹൗസ്. അടുത്ത വീട്ടിലെത്തുമ്പോൾ മീല് ചോദിക്കരുത് എന്ന് വിചാരിക്കുന്നുണ്ട്. ഹവർ ഹി ലോസ്റ്റ് ഹിസ് നെർവ് വെൻ എ ലവ്ലി യങ് വുമൺ ഓപ്പൺ ദ ഡോർ. അപ്പോൾ തീരുമാനിച്ച് ഉറപ്പിച്ചു വെച്ചത് എന്തായിരുന്നു, മനസ്സിൽ തീരുമാനിച്ച് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് അടുത്ത വീട്ടിൽ പോകുമ്പോൾ വിശന്നിട്ട് പോയല്ലോ. അപ്പം നമുക്കൊരു ടെംപ്റ്റേഷൻ ഉണ്ട്, ചേച്ചി എന്തെങ്കിലും തരുമോ കഴിക്കാൻ അല്ലെങ്കിൽ കുടിക്കാൻ, എന്തെങ്കിലും അങ്ങനെ ഒരു ടെംപ്റ്റേഷൻ ഉണ്ട്. പക്ഷേ ഇല്ല, ഞാൻ ഉറപ്പിച്ച് വെച്ചേക്കുവാണ്, ഒന്നും വേണ്ട, ഒന്നും ചോദിക്കൂല എന്ന് വിചാരിച്ചാണ് പോകുന്നത്. പക്ഷേ ഹവർ ഈ ലോസ്റ്റ് ഹിസ് നെർവ് എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഫ്രേസ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. ഞരമ്പൊന്നും നഷ്ടപ്പെട്ടില്ല. ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് കൺട്രോൾ പോയി അല്ലെങ്കിൽ തീരുമാനിച്ചതിൽ നിന്ന് വിഭിന്നമായ ഒരു കാര്യം അല്ലെ, പേടിയായി എന്നൊക്കെയാണ് ലോസ്റ്റ് ഹിസ് നെർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു തീരുമാനിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു കാര്യം ചെയ്യാൻ പോവാണ്. എന്നെ ലവ്ലി യങ് വുമൺ ഓപ്പൺ ദ ഡോർ. അപ്പോൾ ഡോറ് തുറന്നു വന്നത്, അപ്പോൾ നെക്സ്റ്റ് വീടിന്റെ മുമ്പിലെത്തി ഡോറ് കൊട്ടി. അപ്പോൾ തുറക്കാൻ വരുന്നത് ഒരു ലവ്ലി വുമൺ എന്ന് പറഞ്ഞാൽ ഒരു സ്നേഹമുള്ള പെൺകുട്ടി എന്നുള്ള അർത്ഥത്തിലാണ് അല്ലെ. ലവ്ലി ഒരു പെണ്ണാണ്, തുറന്ന് കാഴ്ചയിലൊക്കെ ആള് ഭംഗിയാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഒരു ലവ്ലി നല്ല സ്നേഹനിധിയായ ഒരു സ്ത്രീ വന്നാണ് വാതിൽ തുറക്കുന്നത്. അപ്പോൾ ഹി ലോസ്റ്റ് ഹിസ് നെർവ്. ആ പെണ്ണിനെ കണ്ടപ്പോൾ ഹി ലോസ്റ്റ് ഹിസ് നെർവ് എന്ന് പറഞ്ഞാൽ ലോസ്റ്റ് ഹിസ് നെർവ് ആക്ച്വലി മീനിങ് പേടി എന്നാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് തീരുമാനിച്ച് വെച്ചത് എന്താണ്, ഞാൻ ഒന്നും ചോദിക്കില്ല എന്ന്. അപ്പം അതിന് വിപരീതമായിട്ട് എന്തോ ചെയ്യാൻ പോവാണ് ആൾ. അതാണ് ഈ ലോസ്റ്റ് ഹിസ് നെർവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് എ മീൽ, ഓക്കെ, മീല് ചോദിക്കുന്നില്ല. ഹി ആസ്ക്ഡ് ഫോർ സം വാട്ടർ. കൺട്രോൾ ചെയ്തു, തീരുമാനിച്ചു ഒന്നും ചോദിക്കില്ല എന്ന് തന്നെ തീരുമാനിച്ചതാണ്. പക്ഷെ ഇവിടെ ചോദിക്കാൻ പോകുന്നത് ഭക്ഷണമൊന്നും ചോദിച്ചില്ല, അതിന് പകരം ഇത്തിരി വെള്ളമാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻസ്റ്റെഡ് എന്ന് വെച്ചാൽ പകരം, ഇൻസ്റ്റെഡ് ഓഫ് എ മീൽ ഭക്ഷണത്തിന് പകരം ഹി ആസ്ക്ഡ് ഫോർ സം വാട്ടർ, ഇത്തിരി വെള്ളം തരുമോ എന്ന് ചോദിച്ചു. ഓക്കെ, അപ്പോൾ അപരിചിതനായ ഒരു വ്യക്തി വീടിൻ്റെ മുമ്പിൽ കുറച്ച് സാധനം വെക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ സാധനം വിറ്റുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വുമൺ വന്ന് വാതിൽ തുറക്കുമ്പോൾ തന്നെ ചോദിക്കുന്നത് ഇച്ചിരി വെള്ളം തരുമോ എന്നാണ്. ഷീ തോട്ട് ഹി ലുക്ക്ഡ് ഹംഗ്രി ആൻഡ് സോ ബ്രോട്ട് ഹിം എ ലാർജ് ഗ്ലാസ് ഓഫ് മിൽക്ക്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇമേജ് ആണ് കേട്ടോ. അപ്പോൾ എന്താണ്, ഈ കുട്ടിയെ കണ്ടപ്പോൾ ആ സ്ത്രീക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്, വിശപ്പുണ്ടെന്ന് തോന്നി അല്ലേ. കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരാൾ വിശന്ന് ഇരിക്കുകയാണോ ടയേർഡായിട്ട് ഇരിക്കുകയാണോ എന്നൊക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഷീ തോട്ട് ഹി ലുക്ക്ഡ് ഹംഗ്രി, വിശപ്പുള്ളത് പോലെ തോന്നിച്ചു. ആൻഡ് സോ അതുകൊണ്ട് തന്നെ ബ്രോട്ട് ഹിം എ ലാർജ് ഗ്ലാസ് ഓഫ് മിൽക്ക്. അപ്പോൾ എന്താ കൊണ്ടുവന്നേ, ഒരു വലിയ ഗ്ലാസ് പാല് കൊണ്ടുവന്നു. മനസ്സിലായല്ലോ, വെള്ളമാണ് ചോദിച്ചത്, ഭക്ഷണം ചോദിക്കണം എന്നായിരുന്നു ആഗ്രഹം, പക്ഷെ കൺട്രോൾ ചെയ്തു, വെള്ളം ചോദിക്കുന്നു. ഈ സ്ത്രീ വളരെ സ്നേഹനിധിയായ സ്ത്രീ എന്ന് തുടക്കത്തിൽ പറയാൻ കാരണമുണ്ട്. ഒരാൾ വെള്ളം ചോദിക്കുമ്പോൾ മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ കൊടുക്കാൻ പോകുന്നത് വെള്ളം തന്നെയാണ്. ഇവിടെ ഈ സ്ത്രീ ചെയ്യുന്നത് അങ്ങനെയല്ല. ആ സ്ത്രീ അതിന് പകരം വെള്ളത്തിന് പകരം കൊണ്ടുവരുന്നത് വിശന്നിരിക്കുകയാണെന്ന് തോന്നി. അതുകൊണ്ട് എന്താ കൊണ്ടുവന്നേ, വെള്ളത്തിന് പകരം കൊണ്ടുവരുന്നത് ബോട്ട് ഹിം എ ലാർജ് ഗ്ലാസ് ഓഫ് മിൽക്കാണ്, ഒരു വലിയ ഗ്ലാസ് പാലാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. മനസ്സിലായല്ലോ, ഒരു വലിയ ഗ്ലാസ് പാലാണ് കൊടുക്കുന്നത്. ഹി ഡ്രാങ്ക് ഇറ്റ് സ്ലോലി ആൻഡ് ദെൻ ആസ്ക്ഡ് ഹൗ മച്ച് ഡു ഐ ഓ യു. അപ്പോൾ അത് പതുക്കെ കുടിച്ചു. ഹി ഡ്രാങ്ക് എന്ന് പറയുമ്പോൾ ഡ്രിങ്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഡ്രാങ്ക് അല്ലേ, ഡ്രിങ്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഡ്രാങ്ക്, കുടിച്ചു എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ പതുക്കെ കുടിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിച്ചു, ദെൻ ആസ്ക്ഡ്, അത് കഴിയുമ്പോൾ ചോദിച്ചു എന്താണ്, ഹൗ മച്ച് ഡു ഐ ഓ യു, ഞാൻ ഇനി എത്ര രൂപ തരണം അല്ലെങ്കിൽ എത്ര കടപ്പെട്ടിരിക്കുന്നു, എത്ര തരാനുണ്ട്, എന്താണ് തരേണ്ടത്, അതൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. യു ഡോണ്ട് ഓ മീ എനിത്തിങ്, നീ എനിക്കൊന്നും തരാനില്ല. ഷീ റിപ്ലൈഡ്, എന്താണ്, നീഡ് ടു പേ ആണ്. ഓ എന്ന് വെച്ചാൽ ഞാൻ എന്താണ് തരേണ്ടത് ഇതിന് പകരം എന്നാണ്. നീഡ് ടു പേ ഓർ ഗീവ് സംതിങ് ആണ്. അപ്പോൾ എന്താ പറയേണ്ടത്, നീ എനിക്കൊന്നും തരണ്ട എന്നാണ് മറുപടി പറയുന്നത്. മദർ ഹാസ് ടോട്ട് us never to accept pay for act of kindness. എന്താണ്, ഞങ്ങളുടെ അമ്മ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്, ഇവിടെ ഞങ്ങൾ എന്നാണ് കേട്ടോ പറയുന്നത്, ആരൊക്കെ ഉണ്ട് വീട്ടിലൊന്നും നമ്മൾ പറയുന്നില്ല, പക്ഷെ മദർ ഹാസ് ടോട്ട് അസ് അല്ലേ. അപ്പം ഞങ്ങൾ അല്ലേ, ഞങ്ങളുടെ അമ്മ പഠിപ്പിച്ചത് എന്താണ്, ഒരു കരുണയുടെ ഒരു കാര്യം ചെയ്യുമ്പോൾ, ഒരു കാരുണ്യ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന് പകരം
തിരിച്ചൊന്നും പ്രതീക്ഷിക്കരുത്, അല്ലെങ്കിൽ തിരിച്ചൊന്നും വാങ്ങിക്കരുത് എന്നാണ് ഞങ്ങളുടെ അമ്മ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതെന്നാണ് അവർ പറയുന്നത്. മദർ ഹാസ് ടോട്ട് us never to accept pay. അതായത് ഒരു കാരുണ്യ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന് പൈസ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ കാരുണ്യ പ്രവൃത്തി എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. സോ നെവർ അക്സെപ്റ്റ് പേ ഫോർ ആക്ട്സ് ഓഫ് കൈൻഡ്നസ്. ഹി സെഡ് ദെൻ ഐ താങ്ക് യു ഫ്രം മൈ ഹാർട്ട്. അപ്പൊ ആ സ്ത്രീ പറഞ്ഞത് എന്താണ്? എനിക്ക് പൈസ ഒന്നും വേണ്ട, നീ എനിക്ക് ഒന്നും തരാനില്ല, ഞങ്ങളുടെ അമ്മ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് ഇതാണെന്ന് പറയുമ്പോൾ ആ കുട്ടി അവിടെ റിപ്ലൈ പറയുന്നുണ്ട്. അപ്പൊ മറുപടി പറയുന്നത് എന്താണ്? ദെൻ ഐ താങ്ക് യു ഫ്രം മൈ ഹാർട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിലും ഐ താങ്ക് യു ഫ്രം മൈ ഹാർട്ട്, എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ നന്ദി പറയാണ്. വായ കൊണ്ടിട്ടല്ല, നാക്ക് കൊണ്ടിട്ടല്ല, ശബ്ദം കൊണ്ട് മാത്രമല്ല, എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി സൂചകമാണ്, അല്ലെ, നന്ദിയാണ് ഞാൻ പറയുന്നത് എന്നാണ് ആ ആൺകുട്ടി പറയുന്നത്. As Howard Kelly left the house, he not only felt stronger physically, but his faith in God and man was also strengthened. അപ്പൊ എന്താണ് ഹോവേർഡ് കെല്ലി? അപ്പൊ നമ്മുടെ ബോയുടെ പേര് നമുക്ക് മനസ്സിലായി, ഹോവേർഡ് കെല്ലിയാണ്. ഹോവേർഡ് കെല്ലി ആ വീട് വിട്ടിറങ്ങുമ്പോൾ, ലെഫ്റ്റ് ദ ഹൗസ്, ആസ് ഹോവേർഡ് കെല്ലി ലെഫ്റ്റ് ദ ഹൗസ് എന്ന് പറയുമ്പോൾ ഹോവേർഡ് കെല്ലി ആ വീട് വിട്ടിറങ്ങുമ്പോൾ എന്താ സംഭവിച്ചത്? ഹി നോട്ട് ഓൺലി ഫെൽറ്റ് സ്ട്രോങ്ങർ ഫിസിക്കലി, ആരോഗ്യപരമായിട്ട്, അതായത് ശാരീരികമായിട്ട് നല്ല ബലമൊക്കെ തോന്നി. അത് മാത്രമല്ല തോന്നിയത്, പിന്നെയോ ബട്ട് ഹിസ് ഫെയ്ത്ത് ഇൻ ഗോഡ് ആൻഡ് മാൻ വാസ് ഓൾസോ സ്ട്രെങ്തൻഡ്. ദൈവത്തിലും മനുഷ്യരിലും ഉള്ള വിശ്വാസം കൂടി. അതിന് ആക്കം കൂടി എന്നൊക്കെ പറയും. അതാണ് സ്ട്രെങ്തൻഡ്. അപ്പോൾ എനിക്ക് ദൈവത്തിൽ ഇത്ര വിശ്വാസമുണ്ട്, മനുഷ്യനിൽ ഇത്ര വിശ്വാസമുണ്ട്. പക്ഷെ ഈ ഒരു സംഭവം കാരണം ഹോവേർഡ് കെല്ലിയുടെ ജീവിതത്തിൽ വളരെ വിശ്വാസം കൂടുകയാണ്. കാരണം വിശന്ന് വലഞ്ഞിരിക്കുന്ന തനിക്ക് മുമ്പിൽ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോൾ ആ സ്ത്രീ നീട്ടിയത് പാലാണ്. മനസ്സിലായോ? ഒരാൾക്ക് വിശന്ന് വരഞ്ഞിരിക്കുമ്പോൾ ഒരാൾക്ക് പാല് കൊടുക്കുന്നതിനേക്കാൾ പാലാണ് കൊടുക്കുന്നത്, വെള്ളമല്ല കൊടുക്കുന്നത്. അപ്പോൾ ആ വെള്ളം കിട്ടുന്നതിന് പകരം പാല് കിട്ടുമ്പോൾ നമ്മൾ ദൈവത്തിനോട് അപ്പം തന്നെ, ദൈവമേ ഭയങ്കര മിറാക്കിളാണല്ലോ, ഞാൻ നിന്നോട് ഇത്തിരി വെള്ളമാണ് ചോദിച്ചത്, പക്ഷെ നീ എനിക്ക് തന്നത് പാലാണ്. അതാണ് ഫെയ്ത്ത്. മനുഷ്യരെ അങ്ങനെ തന്നെയാണ്. കാരണം എന്താണ്, നമ്മൾ ഇപ്പോൾ എല്ലാവരെയും സഹായിക്കാൻ ദൈവം ഒന്നും വരാൻ പോസിബിൾ അല്ല, അല്ലേ? ദൈവം വരുന്നതൊക്കെ മനുഷ്യരുടെ രൂപത്തിലാണ്. അപ്പൊ ഇവിടെ ഈ സ്ത്രീയുടെ രൂപത്തിൽ ദൈവം അവതരിച്ചത് കൊണ്ടിട്ട് തന്നെയാണ് ദൈവത്തിലും മനുഷ്യരിലുള്ള വിശ്വാസം കെല്ലിക്ക് വർദ്ധിച്ചത്. ഹി ഹാഡ് ഡിസൈഡഡ് ടു ഗീവ് അപ്പ് ആൻഡ് ക്വിറ്റ്. അപ്പോൾ തീരുമാനിച്ചു വെച്ചത് എന്തായിരുന്നു? ഡിസൈഡ് ചെയ്തു വെച്ചു, എന്താണ്, ഞാൻ നിർത്തുവാണ്, ക്വിറ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ച് വെച്ചതൊക്കെ മാറി. ആ ഒരു ഫെയ്ത്ത് ദൈവത്തിലുള്ള എല്ലാം കൂടുകയാണല്ലോ. നമ്മള് മീൻസ് ഇപ്പൊ നോക്കിയേ, പഠിക്കാൻ പോകുന്ന കുട്ടിയാണ്, വീട് തോറും വിൽക്കാൻ നടക്കണമെന്ന് പറയുമ്പോൾ തന്നെ അറിയാം വീട്ടിലെ സിറ്റുവേഷൻ അത്ര സുഖകരമല്ല എന്നുള്ളത്. കയ്യിൽ കാശില്ല, വിൽക്കാൻ നടക്കുമ്പോൾ പോലും എന്തെങ്കിലും വാങ്ങി തിന്നാന്ന് പറഞ്ഞാൽ അതിന് പോലും കുട്ടിയുടെ കയ്യിൽ കാശില്ല. അപ്പൊ മനസ്സിലാക്കാം വീട്ടിലെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അല്ലെ? നമുക്കൊന്നും ഊഹിക്കാവുന്നതിന്റെ അപ്പുറത്തുള്ള അവസ്ഥകളാണ്, നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത അവസ്ഥകളാണ്. നമ്മുടെ വീട്ടിൽ 4 നേരം തിന്നാൻ നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ട്, ഇല്ലാത്തവര് വളരെ റെയറാണ്. എങ്കിലും 2 നേരമൊക്കെ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഫുഡ് നിങ്ങളുടെ അപ്പനും അമ്മ പണിയെടുത്തുണ്ടാക്കി തരുന്നുണ്ടെന്ന് തന്നെയാണ് മിസ്സിന്റെ വിശ്വാസം. അപ്പൊ എന്താണ്, പക്ഷെ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ക്വിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ ഇങ്ങനൊരു നമ്മുടെ മുമ്പിൽ ഒരു മാജിക് പോലെ ഒരു കാര്യം നടക്കുമ്പോൾ നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസം കൂടുകയാണ്, മനുഷ്യരിലുള്ള വിശ്വാസവും കൂടുകയാണ്, അല്ലേ? അപ്പൊ നമ്മൾക്ക് ജീവിക്കാനുള്ള ഒരു പ്രത്യേക ആർജവം വരും. മനസ്സിലായോ? നമുക്ക് ജീവിക്കാനുള്ള ഒരു എനർജി കിട്ടുകയാണ്, ഒരു ഹോപ്പ് കിട്ടുകയാണ്. ദർ ഇസ് എ റേ ഓഫ് ഹോപ്പ്, ഒരു പ്രതീക്ഷയുടെ തിരുനാളം എവിടെയൊക്കെ ഇപ്പോഴും അണയാതെ ഉണ്ടെന്നുള്ളൊരു കാര്യം നമ്മുടെ മുമ്പിൽ തെളിയും. മനസ്സിലായോ? അപ്പൊ നമുക്ക് ജീവിക്കാൻ തോന്നും. Years later, that woman became old and critically ill with an unknown disease. വർഷങ്ങൾ കഴിഞ്ഞു, സംഭവം നടന്നു. ഗ്ലാസ് ഓഫ് മിൽക്ക് കൊടുത്തിട്ട് ഒരുപാട് വർഷം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ, ദാറ്റ് വുമൺ, ആ സ്ത്രീ തന്നെ, നമ്മുടെ പാല് കൊടുത്ത സ്ത്രീ, ബിക്കെയിം ഓൾഡ്, അവർ വയസ്സായി, ആൻഡ് ക്രിട്ടിക്കലി ഇൽ, വളരെ അപകടകരമായ അവസ്ഥയിൽ, അല്ലെങ്കിൽ വളരെ വഷളായ ഒരു അസുഖാവസ്ഥയിലായവർ. അതായത് ക്രിട്ടിക്കലി എന്ന് പറഞ്ഞാൽ സീരിയസ് ആണ്, വിത്ത് ആൻ അൺനോൺ ഡിസീസ്. അതാണ് പ്രത്യേകത. രോഗത്തിന്റെ പേര് അവർക്കറിയില്ല, ഡോക്ടർമാർക്ക് ആർക്കും തന്നെ പേര് മനസ്സിലായിട്ടില്ല. വിത്ത് ആൻ അൺനോൺ ഡിസീസ്, അവർക്കറിയില്ലാത്ത, അവർക്ക് മനസ്സിലാവാത്ത ഒരു രോഗത്തിന് അടിപ്പെട്ട് വളരെ ക്രിട്ടിക്കലായിട്ട് ആ സ്ത്രീ മാറി. അപ്പൊ ആ സ്ത്രീക്ക് വയസ്സാകുകയും ചെയ്തിട്ടുണ്ട്. ദ ലോക്കൽ ഡോക്ടേഴ്സ് വെ ബാഫിൾഡ്. അപ്പൊ ആദ്യമൊക്കെ കൊണ്ടുപോയി നമ്മൾ എന്താ ചെയ്യണം, നമ്മൾ അടുത്ത ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി കാണിക്കും. ഹോസ്പിറ്റലൊക്കെ കാണിച്ചപ്പോൾ എന്താണ് അസുഖം എന്ന് കണ്ടുപിടിക്കാതെ, ബാഫിൾഡ് എന്ന് പറയാ അമ്പരക്കുക എന്നാണ് അർത്ഥം, അമ്പരന്നു, അല്ലെ? എന്താണ് അസുഖം എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെ നോക്കിയിട്ടും അവർക്ക് ഈ അസുഖത്തിന്റെ കാരണങ്ങളോ എന്താണ് അസുഖം എന്നോ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. They finally sent her to the big city
where they called in specialists to study a rare disease. അത് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീയോട് പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ഒരു കാര്യം ചെയ്യുക, സിറ്റിയിലുള്ള നല്ല ഹോസ്പിറ്റലിൽ പോവുക, അവിടെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ്മാരുണ്ടാകും, അവർ ഈ റെയർ ഡിസീസ് എന്ന് പറഞ്ഞാൽ പൊതുവായി കാണുന്നതല്ല, വളരെ റെയറായിട്ട് കാണുന്ന ഒരു ഡിസീസാണ്, ഒരു രോഗമാണ്, അപ്പം അത് അവർ കണ്ടുപിടിക്കട്ടെ എന്ന് അവർ കണ്ടുപിടിച്ച് അവർ ട്രീറ്റ് ചെയ്യും എന്നുള്ള വിശ്വാസത്തിലാണ് ദേ ഫൈനലി സെൻഡ്, അവസാനം ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായപ്പോൾ ദേ ഫൈനലി സെൻഡ് ഹെയർ ടു ദ ബിഗ് സിറ്റി, വലിയ സിറ്റിയിലോട്ട് പറഞ്ഞു വിടുകയാണ്. വെർ ദേ കോൾഡ് ഇൻ സ്പെഷ്യലിസ്റ്റ്, അവിടെ സ്പെഷ്യലിസ്റ്റിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ടു സ്റ്റഡി അബൌട്ട് ദിസ് റെയർ ഡിസീസ്. നമ്മുടെ ഇവിടെ എന്ത് രോഗം വന്നാലും, ഇപ്പൊ കൊറോണ വന്നപ്പോൾ നമുക്കറിയാം അതൊരു റെയർ ഡിസീസ് ആയിരുന്നു. നമുക്ക് കൊറോണയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടൊന്നുമില്ല, ചൈനയിൽ കേട്ടു പിന്നെ നമ്മൾ ലോകം മുഴുവൻ കൊറോണ മാത്രം കേട്ടിരുന്ന സമയമാണ്. ആദ്യം നമ്മൾ കൊറോണ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അറിയില്ലായിരുന്നു അല്ലേ, അത് കഴിഞ്ഞിട്ടാണ് കൊറോണ ഭയങ്കര ഫേമസ് ആയത്. അപ്പോൾ റെയർ ആയിരുന്നത് ഫേമസ് ആയി. ഇവിടെ ഈ ഡിസീസ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിലാണ്. അപ്പോൾ ഈ ഡിസീസിനെ കുറിച്ച് ആർക്കൊന്നും മനസ്സിലാവണില്ല, അതുകൊണ്ട് അവർ സിറ്റിയിലുള്ള ആശുപത്രിയിലോട്ട് വിടുകയാണ്. അവിടെ സ്പെഷ്യലിസ്റ്റ് ഉണ്ട് ഈ ഡിസീസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. ഡോക്ടർ ഹോവാർഡ് കെല്ലി വാസ് കോൾഡ് ഇൻ ഫോർ ദ കൺസൾട്ടേഷൻ. ആരാണ് നോക്കിയ ഡോക്ടർ? നമ്മുടെ കുട്ടിയാണ് ഡോക്ടറായിട്ട് വന്നിരിക്കുന്നത്. ആ കുട്ടി പഠിച്ച് സക്സസ്ഫുള്ളായി ഒരു ഡോക്ടറായിട്ട് മാറി. സോ ഇത് നോക്കി, നല്ലൊരു മോട്ടിവേഷൻ കിട്ടിയില്ലേ. വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്നൊരു കുട്ടിയാണ്, സാധനങ്ങൾ വിൽക്കാൻ നടന്നിരുന്നൊരു കുട്ടിയാണ്. ആ കുട്ടിക്ക് ദൈവത്തിലും മനുഷ്യരിലുള്ള പ്രതീക്ഷ വന്നു കഴിഞ്ഞപ്പോൾ ആ കുട്ടി പഠിച്ച് ഒരു ഡോക്ടറായി മാറുകയാണ്. അതാണ് നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ തട്ടി മാറ്റുക, ഗോ ഫോർവേഡ് അല്ലേ, മുന്നിലോട്ട് തന്നെ പോവുക. ഡോക്ടർ ഹോവാർഡ് കെല്ലി വാസ് കോൾഡ് ഇൻ ഫോർ ദി കൺസൾട്ടേഷൻ. കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് അല്ലെ, നമ്മൾ രോഗിയെ നോക്കുന്നതിനാണ് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി വിളിക്കപ്പെട്ട ഡോക്ടർ എന്ന് പറയുന്നത് ഡോക്ടർ ഹോവാർഡ് കെല്ലി ആയിരുന്നു. When he realized her and the town she came from, a strange light filled his eyes. അപ്പോൾ ഡോക്ടർ തിരിച്ചറിഞ്ഞു, when he realized her, ആ രോഗിയെയും തിരിച്ചറിഞ്ഞു, and the town she came from, ഏത് ടൗൺ ആണെന്ന്. ഇപ്പൊ ഡോക്ടറിന്റെ അടുത്ത് വന്നപ്പോൾ അവർ പറയുമല്ലോ, ഇന്നൊരു ടൗണിൽ നിന്ന് ഒരു പെണ്ണ് വന്നിട്ടുണ്ട്, ഒരു ഇന്ന ലൊക്കാലിറ്റിയിൽ നിന്നാണ് വന്നേക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ആ ടൗണ് ഡോക്ടറിന് അറിയാവുന്ന ടൗണ്, ആ പേര് ഡോക്ടർക്ക് അറിയാവുന്ന പേരാണ്. സ്ട്രേഞ്ച് ലൈറ്റ്, ഇത് കേട്ടപ്പോൾ ഒരു സ്ട്രേഞ്ച് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം വെളിച്ചം ഡോക്ടറിന്റെ കണ്ണിൽ നിറഞ്ഞു എന്നാണ് പറയുന്നത്. കാരണം നമ്മളെ സഹായിച്ച ഒരു വ്യക്തി ഇന്നൊരു സഹായത്തിനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ മുമ്പിലാണ്, മനസ്സിലായോ? അപ്പൊ അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഡോക്ടർ കഥ ഒന്നും മറന്നു പോയിട്ടില്ല. ഡോക്ടർ ആ പാലിന്റെ കഥയോ എന്നെ സഹായിച്ചിരുന്ന സ്ത്രീയോ ഒന്നും മറന്നിട്ടില്ല ഡോക്ടർ. അതുകൊണ്ടിട്ടാണ് ആ ഒരു സ്ട്രേഞ്ച് ലൈറ്റ്. അല്ലെങ്കിൽ പല മനുഷ്യരുടെയും ഒരു കാര്യമുണ്ട്, നമ്മുടെ കൂടെ നമ്മുടെ മോശം സ്ഥാനത്ത് നിന്ന ആൾക്കാരെ ചവിട്ടി തേച്ചിട്ടാണ് പുതിയ ആൾക്കാരെ കാണുമ്പോൾ പോകുന്നത്. അല്ലെങ്കിൽ നല്ല നിലയിലാവുമ്പോൾ പഴയതൊക്കെ മറന്നു പോണ കുറെ ആൾക്കാരുണ്ട്. പക്ഷെ ഇവിടെ ഡോക്ടർ എന്തായാലും അങ്ങനെ ഒരു വ്യക്തിയല്ല എന്ന് സൂചിപ്പിക്കുന്നതാണ്. A strange light filled his eyes. Immediately he rose and went down the hall of the hospital to her room. അത് കേട്ടപ്പോൾ തന്നെ ഡോക്ടർ ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് തന്നെ റോസ് എന്ന് പറഞ്ഞാൽ എന്താ, റൈസിന്റെ പാസ്റ്റ് ടെൻസ് ആണ്, റോസ് എഴുന്നേറ്റു എന്നർത്ഥമാണ്. അപ്പൊ ഡോക്ടർ ഇരിക്കുമായിരിക്കുമല്ലോ, അപ്പൊ പെട്ടെന്ന് തന്നെ ഡോക്ടർ എഴുന്നേറ്റ് ആൻഡ് വെന്റ് ഡൗൺ ദ ഹാൾ ഓഫ് ദ ഹോസ്പിറ്റൽ ടു ഹർ റൂം. വെന്റ് ഡൗൺ ഹോസ്പിറ്റലിലെ ഹാളിൽ കൂടെ ആ സ്ത്രീ കിടക്കുന്ന റൂമിലോട്ട് ചെന്നു. ഡ്രസ്ഡ് ഇൻ ഹിസ് ഡോക്ടേഴ്സ് ഗൗൺ ഹി വെന്റ് ഇൻ ടു സീ ഹർ. അപ്പൊ ഡോക്ടറിന്റെ ഗൗൺ ഉടുത്തിട്ടാണ് ആ രോഗിയെ കാണാൻ വേണ്ടി ചെല്ലുന്നത്, സ്ത്രീയെ കാണാൻ വേണ്ടി ചെല്ലുന്നു. ഹി റെക്കഗ്നൈസ്ഡ് ഹർ അറ്റ് വൺസ്. ഒറ്റ നോട്ടത്തിൽ തന്നെ ആളെ തിരിച്ചറിഞ്ഞു. ഒരു മറവിയും ബാധിച്ചിട്ടില്ല ഡോക്ടറിന് അല്ലെ, ഒറ്റ നോട്ടത്തിൽ തന്നെ ആളെ തിരിച്ചറിഞ്ഞു. റെക്കഗ്നൈസ് എന്ന് പറയുമ്പോൾ തിരിച്ചറിഞ്ഞു എന്നാണ് അർത്ഥം. ഹി വെന്റ് ബാക്ക് ടു ദ കൺസൾട്ടേഷൻ റൂം ഡിറ്റർമിൻഡ് ടു ഡു ഹിസ് ബെസ്റ്റ് ടു സെർവ് ഹർ ലൈഫ്. എന്താണ്, ബാക്കിൽ കൺസൾട്ടേഷൻ റൂമിൽ ചെന്നിരുന്നിട്ട് ഡോക്ടർ തീരുമാനിച്ചു. ഡിറ്റർമിൻഡ് എന്ന് പറഞ്ഞാൽ തീരുമാനിച്ചുറപ്പിച്ചു. എന്താണ്, എന്നെ കൊണ്ടാവുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്യും ആ സ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതാണ് അതിന്റെ അർത്ഥം. ഹി വെന്റ് ബാക്ക് ടു ദ കൺസൾട്ടേഷൻ റൂം ഡിറ്റർമിൻഡ് ടു ഡു ഹിസ് ബെസ്റ്റ് ടു സെർവ് ഹർ ലൈഫ്. അല്ലെ, എന്നെ കൊണ്ടാവുന്ന എല്ലാം ഞാൻ അവളെ രക്ഷിക്കാൻ വേണ്ടി, ആ സ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുമെന്ന് തീരുമാനിച്ചുറപ്പിക്കുകയാണ് ഡോക്ടർ തിരിച്ച് കൺസൾട്ടേഷൻ റൂമിൽ ചെന്നിരുന്നിട്ട്. From that day, he gave special attention to the case.
ആ ദിവസം തുടങ്ങി ഡോക്ടർ സ്പെഷ്യൽ കെയർ ആൻഡ് അറ്റൻഷൻ. നമുക്കറിയാം, ഇപ്പം നമ്മൾ നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്കറിയാവുന്ന ഒരു ഡോക്ടർ ഉണ്ടെന്ന് വിചാരിക്കാം ഹോസ്പിറ്റലിൽ. അപ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്ന കെയറും അറ്റൻഷനും ഒക്കെ കൂടുതലായിരിക്കും അല്ലേ. എല്ലാ നേരവും ഒരാൾ വന്ന് അന്വേഷിക്കാനുണ്ടാവും. ഇപ്പോൾ ഡോക്ടർ അവിടെ ഡ്യൂട്ടിക്ക് മാറി വേറെ ഡോക്ടർ വന്നാൽ ആ ഡോക്ടറിനോട് പല പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടാവും. ദിസ് ഇസ് മൈ റിലേറ്റീവ് എന്നൊക്കെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടാവും. സോ നമുക്ക് കിട്ടുന്ന പരിഗണന എന്ന് പറയുമ്പോൾ സാധാരണ ഒരാളേക്കാൾ കൂടുതൽ തന്നെയായിരിക്കും. എല്ലാ സ്ഥലത്തും പോയാലും അങ്ങനെയാണ്. പരിചയക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ഒരു പ്രിഫറൻസ് നമുക്ക് ഉണ്ടാവാറുണ്ട്. സേമിയാണ് ഈ ഡോക്ടറിന് പരിചയമുള്ള ഒരാളാണെന്ന് മനസ്സിലായപ്പോൾ ഡോക്ടർ ഇവിടെ ആരോഗ്യക്ക് സ്പെഷ്യൽ അറ്റൻഷൻ ടു ദിസ് കേസ് അല്ലെ, സ്പെഷ്യൽ അറ്റൻഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട് ഡോക്ടർ. ആഫ്റ്റർ എ ലോങ് സ്ട്രഗിൾ ദ ബാറ്റിൽ വാസ് വൺ. അപ്പോൾ ഒരു നീണ്ട കാത്തിരിപ്പും നീണ്ട സ്ട്രഗിൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ? സ്ട്രഗിൾ എന്ന് പറയുമ്പോൾ ഒരു രോഗി എന്താണെന്ന് വന്നിരിക്കുകയാണ്, ആ രോഗം എന്താണെന്ന് ഡോക്ടേഴ്സ്മാർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതാണ് ഇവിടെ സ്ട്രഗിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രോഗം കണ്ടുപിടിക്കാനുള്ള സ്ട്രഗിൾ ഉണ്ട് അല്ലേ, അതാണ് ഒരു ലോങ് സ്ട്രഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദ ബാറ്റിൽ വാസ് വൺ. ബാറ്റിൽ എന്ന് വെച്ചാൽ യുദ്ധം എന്നാണ് അർത്ഥം. യുദ്ധം ജയിച്ചു. അപ്പൊ യുദ്ധം ജയിക്കുക എന്ന് പറയുമ്പോൾ രോഗം മാറി എന്നാണ്. അപ്പൊ യുദ്ധം എന്തായിരുന്നു? ആക്ച്വലി രോഗം കണ്ടുപിടിക്കാനും രോഗം മാറാനുമുള്ളത് അല്ലേ, അതായിരുന്നു യുദ്ധം. അത് ജയിക്കുകയാണ്. അപ്പം ഇംഗ്ലീഷിൽ നമുക്കറിയാം ഓരോ വേർഡ് ഏതിൻ്റെ കൂടെ അർത്ഥം മാറുന്ന അനുസരിച്ച്, അതായത് സെന്റൻസ് കംപ്ലീറ്റ് വായിച്ചിട്ടാണ് നമ്മൾക്ക് അർത്ഥം പറയാൻ പാടുള്ളൂ. ഇപ്പൊ ബാറ്റിൽ എന്ന് പറഞ്ഞാൽ യുദ്ധമാണ്, പക്ഷെ ഇവിടെ ജയിക്കുന്ന യുദ്ധം ജയിച്ചു എന്ന് പറയുമ്പോൾ നമ്മളിവിടെ വാളെടുത്ത് യുദ്ധത്തിലൊന്നും പോയിട്ടില്ല. ഇവിടെ രോഗം മാറുന്നു എന്ന അർത്ഥമാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? നമ്മൾ ഇംഗ്ലീഷിൽ നമുക്കറിയാലോ 26 ലെറ്റേഴ്സ് കൊണ്ട് എഴുതിയേക്കണ വലിയൊരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് അല്ലെ. വെറും 26 ലെറ്റേഴ്സേ ഉള്ളൂ, വേറെ കൂട്ടക്ഷരങ്ങളോ വേറെ ഒന്നുമില്ല ഇംഗ്ലീഷിൽ. അപ്പോൾ അത് വെച്ചിട്ട് എഴുതി വെച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരുപാട് മീനിങ് നമ്മൾ യൂസ് ചെയ്യുന്ന അനുസരിച്ച് മീനിങ് ഒക്കെ മാറും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ഡോക്ടർ കെല്ലി റിക്വസ്റ്റഡ് ദ ബിസിനസ് ഓഫീസ് ടു പാസ് ദ ബിൽ ടു ഹിം ഫോർ അപ്രൂവൽ. അപ്പോൾ ഡോക്ടർ കെല്ലി റിക്വസ്റ്റഡ് എന്താണ്? അപേക്ഷിച്ചു. ആരോടാണ്? ദ ബിസിനസ് ഓഫീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ ഓർക്കും ഒരു ഹോസ്പിറ്റലിൽ ഒരു ബിസിനസ് ഓഫീസ് ഉണ്ടാവുന്നത്. ആക്ച്വലി ബില്ലിംഗ് സെക്ഷനോ അങ്ങനെ അത് ആ റിലേറ്റഡ് സെക്ഷനോ ആയിരിക്കും, അഡ്മിനിസ്ട്രേഷനോ റിലേറ്റഡ് ഉള്ള സെക്ഷനെ ആയിരിക്കും ഇവരിവിടെ ബിസിനസ് ഓഫീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെന്തിനാണ് അപേക്ഷിച്ചത്? ടു പാസ് ദ ബിൽ ടു ഹിം ഫോർ അപ്രൂവൽ. ബില്ല് അപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ബില്ല് തന്നു വിടണം, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ തന്നെ ബില്ല് എന്ന് പറയുകയാണ് ഡോക്ടർ. ഓക്കെ. ഹി ലുക്ക്ഡ് അറ്റ് ഇറ്റ്, ദെൻ റോട്ട് സംതിങ് ഓൺ ദ എഡ്ജ് ആൻഡ് ദ ബിൽ വാസ് സെൻറ്റ് ടു ഹെർ റൂം. അപ്പോൾ എന്താണ്? ബില്ല് ഡോക്ടറിൻ്റെ കയ്യിൽ, ഡോക്ടർ അപേക്ഷിച്ചപ്പോൾ തന്നെ ബില്ല് കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ റിക്വസ്റ്റഡ് എന്ന് പറയുമ്പോൾ ഡോക്ടറിന് വേണമെങ്കിൽ പറഞ്ഞാലും മതി, പക്ഷെ ആക്ച്വലി നമ്മൾ ഒരു സ്ഥാപനത്തിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലും റിക്വസ്റ്റിംഗ് ആണ് ചെയ്യാറ്, നമ്മൾ ഓർഡറിങ് കമാൻഡിങ് ഒന്നുമില്ല. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താണ്? ഹി ലുക്ക്ഡ് അറ്റ് ഇറ്റ്. അപ്പോൾ അതിൽ നോക്കി, ബില്ല് കിട്ടി, ബില്ല് നോക്കി, എന്നിട്ട് ദെൻ റോട്ട് സംതിങ് അറ്റ് ദ എഡ്ജ്. ഇപ്പോൾ ഇതാണ് ബില്ലെന്ന് വിചാരിച്ചു. ഓക്കെ, ഇത് ബില്ലാന്ന് വിചാരിച്ചു. എഡ്ജിൽ അറ്റത്തായിട്ട് എന്തോ ഡോക്ടർ എഴുതി വെച്ചു. എന്താ ഡോക്ടർ എഴുതി വെച്ചതെന്ന് നമുക്കറിയില്ല കേട്ടോ. ലുക്ക്ഡ് അറ്റ് ഇറ്റ്, ദെൻ റോട്ട് സംതിങ് ഓൺ ദ എഡ്ജ് ആൻഡ് ദ ബിൽ വാസ് സെൻറ്റ് ടു ഹെർ റൂം. അപ്പോൾ ബില്ല് കിട്ടി, ബില്ല് നോക്കി, അതിനുശേഷം ഡോക്ടർ എഡ്ജിൽ അറ്റത്തായിട്ട് ഡോക്ടർ എന്തോ എഴുതി. അതിനുശേഷം ആ ബില്ല് ആ സ്ത്രീക്ക് കൊടുക്കണം, അവരാണല്ലോ ബില്ല് അടക്കണ്ടേ. അപ്പൊ ആ സ്ത്രീക്ക് ബില്ല് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. She feared to open it, for she was sure it would take the rest of her life to pay for it all. എന്താണ്? ബില്ല് തുറക്കാൻ ആ സ്ത്രീക്ക് പേടിയായി. കാരണം വന്നിരിക്കുന്നത് വില്ലേജിൽ നിന്നും, ഇപ്പോൾ ഉള്ളത് ഹോസ്പിറ്റൽ സിറ്റിയിലെ ഹോസ്പിറ്റലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഷി ഫിയർ ടു ഓപ്പൺ ഇറ്റ്, പേടിയായി. നമുക്കറിയാം ഹോസ്പിറ്റൽ ബില്ല് എന്നൊക്കെ പറയണത് നിങ്ങളുടെ പാരൻസിനോട് ചോദിച്ചാൽ മതി. ഗ്രാൻഡ് പാരൻസ് ആരെങ്കിലും ഒക്കെ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരുപാട് പൈസയാവും. ഒരുപാട് പൈസ എന്ന് പറഞ്ഞാൽ മെഡിക്ലെയിം ഒക്കെ ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. ഒരു അസുഖം വന്നാൽ മതി, ഫിനാൻഷ്യലി സൗണ്ട് അല്ലാത്ത ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയും പുവർ ക്ലാസ് ഫാമിലി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, മിഡിൽ ക്ലാസ് ഫാമിലി പോലും തകർന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഒരു രോഗം വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മെഡിക്ലെയിം ഒക്കെ എല്ലാവരും എടുക്കണം എന്നൊക്കെ പറയണം. മെഡിക്ലെയിം എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിന്റെ ബില്ല് നമ്മൾ ഇയർലി അടക്കുന്ന ഇതാണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ബില്ല് തുറക്കാൻ പേടിയായി. ഫോർ ഷീ വാസ് ഷുവർ ഇറ്റ് വുഡ് ടേക്ക് ദ റെസ്റ്റ് ഓഫ് അവർ ലൈഫ് ടു പേ ഫോർ ഇറ്റ് ഓൾ. എന്താണ്? ഉറപ്പായിരുന്നു ഇനി ജീവിതകാലം മുഴുവൻ പണിയെടുത്തിട്ട് വേണം ഈ ബില്ലൊന്ന് അടച്ചു തീർക്കാൻ. അത്രയും പൈസയാവുന്ന ആ സ്ത്രീക്ക് പൂർണ്ണമായിട്ടും ഉറപ്പുണ്ടായിരുന്നു. ഫൈനലി ഷീ ലുക്ക്ഡ് അറ്റ് ഇറ്റ് ആൻഡ് സംതിങ് കോട്ട് ഹർ അറ്റൻഷൻ ഓൺ ദ സൈഡ് ഓഫ് ദ ബിൽ. പേടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ, നോക്കണമല്ലോ. അപ്പൊ ആ ഫൈനലി എന്ന് പറഞ്ഞാൽ അവസാനം ഷീ ലുക്ക്ഡ് അറ്റ് ഇറ്റ്, അവസാനം അതിൽ നോക്കി. ആൻഡ് സംതിങ് കോട്ട് ഹർ അറ്റൻഷൻ ഓൺ ദ സൈഡ് ഓഫ് ദ ബിൽ.
അപ്പോൾ ബില്ലെടുത്ത് ഇങ്ങനെ നോക്കുകയാണ്. ബില്ലെടുത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒന്ന് കണ്ണിലുടക്കി, അല്ലെങ്കിൽ എന്തോ ഒരു പ്രത്യേകത ഈ ബില്ലിലുള്ളത് തോന്നി. അപ്പോൾ അതിങ്ങനെ ശ്രദ്ധിച്ച് നോക്കി. അപ്പോൾ അറ്റൻഷൻ ഓൺ ദ സൈഡ് ഓഫ് ദി ബിൽ. അപ്പോൾ ബില്ലിൻ്റെ സൈഡിൽ എന്തോ ഒന്ന് പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ ആകർഷിക്കുക അല്ലെങ്കിൽ ഉടക്കുക, നമ്മൾ വേറെന്തോ, അതായത് ബില്ല് നമുക്കറിയാം എന്തൊക്കെയായിരിക്കും ഉണ്ടാവുകയെന്ന്, അതല്ലാണ്ട് വേറെ എന്തോ ഉള്ളത് പോലെ തോന്നിച്ചു. ഷീ റെഡ് ദ വേർഡ്സ്. അപ്പോൾ അതിലെ വാക്കുകൾ വായിക്കുകയാണ്. എന്താണ് ആ വാക്കുകൾ എന്ന് അറിയാനൊരു ക്യൂരിയോസിറ്റി ആയില്ലേ. പെയ്ഡ് ഇൻ ഫുൾ വിത്ത് 1 glass of milk, സൈൻഡ് ഡോക്ടർ ഹോവാർഡ് കെല്ലി. വാവ്, എന്താണ് പെയ്ഡ് ഇൻ ഫുൾ? ബില്ല് ഫുൾ അടച്ചിട്ടുണ്ട്. എന്തായിരുന്നു? വിത്ത് 1 glass of milk, ഒരു ഗ്ലാസ് പാല് കൊണ്ട് ആ ബില്ല് മുഴുവൻ അടച്ചിട്ടുണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഞാൻ അവിടെ കണ്ട ബോയ് അല്ലേ, നിങ്ങൾ എന്നെ ഓർക്കുന്നു, ഒന്നും പറഞ്ഞിട്ടില്ല. ഇത്രയും വളരെ ഷോർട്ടായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. പെയ്ഡ് ഇൻ ഫുൾ വിത്ത് 1 glass of milk, ഒരു ഗ്ലാസ് പാല് കൊണ്ട് ബില്ല് മുഴുവൻ അടച്ചു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. സൈൻ ചെയ്തിട്ടുണ്ട് ഡോക്ടർ ഹോവാർഡ് കെല്ലി. Tears of joy flooded her eyes as a happy heart prayed. എന്താണ് tears of joy? സന്തോഷം കൊണ്ട് കണ്ണ് അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് കണ്ടറിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു സിറ്റുവേഷൻ, അത് വേറെ സിറ്റുവേഷൻ ആണോ. കരച്ചിൽ വരുന്നതും ദുഃഖം കൊണ്ട് കരയണതും വേറെയാ, സന്തോഷം കൊണ്ടും കരയുന്നത് വേറെയാ. അപ്പൊ സന്തോഷം കൊണ്ട് കണ്ണ് ഫ്ലഡ് എന്ന് പറഞ്ഞാൽ പ്രളയം. അപ്പൊ കണ്ണീരിങ്ങനെ എന്താണ് ഒരു ബ്രേക്കും ഇല്ലാണ്ട് വരുന്നതിനാണ് ഫ്ലഡ് എന്ന് പറയണത്. ഇവിടെ പ്രളയമല്ലല്ലോ. അപ്പൊ അത്രയും കണ്ണീര് വന്നു എന്നാണ് ഓദർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ആസ് എ ഹാപ്പി ഹേർട്ട് പ്രേഡ്. ഹാപ്പി എന്ന് വെച്ചാൽ സന്തോഷമുള്ള ഹൃദയം പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിച്ചത്? താങ്ക് യു ഗോഡ് ദാറ്റ് യുവർ ലവ് ഇസ് ഷെഡ് എബ്രോഡ് ത്രൂ അവർ ഹാർട്ട്സ് ആൻഡ് ഹാൻഡ്സ്. എന്താണ് പറയുന്നത്? താങ്ക് യു ഗോഡ്, ദൈവത്തിനാണ് നന്ദി പറയുന്നത് കേട്ടോ. ദാറ്റ് യുവർ ലവ് ഇസ് ഷെഡ് എബ്രോഡ് ത്രൂ അവർ ഹാർട്ട്സ് ആൻഡ് ഹാൻഡ്സ്, ഞങ്ങളുടെ കയ്യിലൂടെയും ഹൃദയത്തിലൂടെയും നിന്റെ സ്നേഹം പരന്ന് ഒഴുകുകയാണ് എന്നാണ് ആ സ്ത്രീ പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, ദൈവമേ നന്ദി എന്നാണ് പറയുന്നത്. താങ്ക് യു ഗോഡ് ദാറ്റ് യുവർ ലവ് വാസ് ഷെഡ് എബ്രോഡ് ത്രൂ അവർ ഹാർട്ട്സ് ആൻഡ് ഹാൻഡ്സ്. അപ്പോൾ ഒരു കരുണയാണ് ചെയ്തത് ആ സ്ത്രീ. എന്താണ് ആ കരുണ? ഒരു ഗ്ലാസ് പാല്, അതിന് കിട്ടിയ വില ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫുൾ ചെലവാണ്, ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിന്റെ ഫുൾ ചെലവാണ് ആ ഡോക്ടർ എടുക്കുന്നത്. കാരണം അന്ന് ആ ഗ്ലാസ് പാല് കിട്ടിയത് ആ കുട്ടിക്കാണ്. അതാണ് മിസ് പറഞ്ഞത്, ഈ പാഠത്തിന്റെ ആദ്യം മിസ് പറഞ്ഞിരുന്നു, ഒരു ഗ്ലാസ് പാലിന് വിലമതിക്കാനാവാത്ത വിലയാണ് ആ ഡോക്ടർ ഇവിടെ ഇടുന്നത്. കാരണം ഡോക്ടറിനെ വെച്ച് നോക്കുമ്പോൾ ഒരു ഗ്ലാസ് പാലും നിങ്ങളെ സംബന്ധിച്ച് നോക്കിയാല് നിങ്ങൾ ഉദ്ദേശിക്കുകയാണ് ഒരു ഗ്ലാസ് പാല് കൊടുത്താൽ പോരെയെന്ന്. അങ്ങനെ ഒരിക്കലുമല്ല. നമുക്ക് അന്ന് കിട്ടുന്ന ഒരു ഗ്ലാസ് പാലിന് ഇന്ന് കൊടുക്കുന്ന ഒരു ഗ്ലാസ് പാലിന്റെ വിലയായിട്ട് ഒരു കമ്പാരിസണും ഇല്ല. അത്രയും ആവശ്യതയാ, അത്രയും ക്ഷീണിച്ച് ഞാൻ വരുമ്പോ ഞാൻ ചോദിക്കുന്ന വെള്ളത്തിന് പകരം എനിക്ക് കിട്ടുന്നത് പാലാണ്. മനസ്സിലായില്ലേ? അപ്പൊ ആക്ട് ഓഫ് ഡീഡ്, ആക്ട് ഓഫ് കൈൻഡ്നസ് ഇസ് പെയ്ഡ്. മനസ്സിലായല്ലോ? അതാണ് നമ്മൾ ആരെങ്കിലും ഒരു നന്മ ചെയ്യുക. ഇവിടെ ഈ നന്മ ചെയ്ത ആള് തന്നെയാണ് തിരിച്ച് ചെയ്യുന്നത്. എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. നമ്മൾ ആർക്കെങ്കിലും ഒരു നന്മ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കരുത്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു അവസരത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അയാൾ വന്നില്ലെങ്കിലും വേറൊരാൾ നമ്മുടെ സഹായത്തിന് എത്തും. മനസ്സിലായല്ലോ? സോ ദാറ്റ് ഈസ് വാട്ട് ഇസ് ടോൾഡ്. ദൈവത്തിന്റെ സ്നേഹം ഇങ്ങനെ ഓരോരുത്തരുടെ കയ്യിലും ഹൃദയത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടോ എന്ന് പറയുന്നത്. മനസ്സിലായോ? കാരണം ആ സമയത്ത് പ്രവർത്തിക്കുന്നത് ദൈവമാണ്. നിങ്ങളൊക്കെ ബിലീവേഴ്സ് തന്നെ അല്ലേ? അപ്പോൾ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തിരിച്ച് ഇങ്ങനെയുള്ള കരുണയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, കരുണപ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരാളെ സഹായിക്കുകയാണ്. ഒന്നും പ്രതീക്ഷിക്കരുത്. ഒരു പുഞ്ചിരി, ചിലപ്പോൾ പുഞ്ചിരിക്കണം എന്നുള്ള മീൻസ് ഇപ്പം നമ്മൾ സഹായിക്കുന്ന ആള് പുഞ്ചിരിക്കാൻ മറന്നുപോയിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കുന്ന ഒരാളാണെങ്കിൽ അയാളുടെ മനസ്സിന് അത്രത്തോളം വേദന ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതുപോലും അയാൾ തിരിച്ച് തരുന്നില്ല. മനസ്സിലായോ? ഒരു നന്ദി പറയണമെന്നില്ല. ഒന്നും പ്രതീക്ഷിക്കാതെ വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ആക്ടിവിറ്റി 1 ആണ്. നമുക്കറിയാം ഈ ചാപ്റ്റർ വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. അപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. The events of the story, a glass of milk, are given in a jumbled order. ജംബിൾഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റിച്ചാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ കഥയിലെ കുറച്ച് സംഭവങ്ങൾ തന്നിട്ടുണ്ട്, അത് ഓർഡർ തെറ്റിച്ചിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അറേഞ്ച് ദം ഇൻ ദ പ്രോപ്പർ സീക്വൻസ്, നമുക്കുള്ളതോട് അത് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കഥ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ആ സീക്വൻസ് ഫില്ല് ചെയ്യാൻ പറ്റും. മിസ് പറഞ്ഞ കഥ മനസ്സിലായിട്ടില്ലേ? മനസ്സിലായല്ലോ? അപ്പം നമുക്ക് ഈ ആക്ടിവിറ്റി ചെയ്യാൻ വളരെ സിമ്പിൾ ആയിരിക്കും കേട്ടോ. നമുക്ക് ഫസ്റ്റ് തെറ്റിച്ച് നോക്കാം. ഷീ റീഡ്സ് ദ വേർഡ് റിട്ടൺ ഓൺ ദ ബിൽ. വായിച്ചു, ബില്ലിൽ എഴുതിയേക്കണതൊക്കെ വായിച്ചു. ദ ബോയ് വാസ് സെല്ലിംഗ് ഗുഡ്സ് ഫ്രം ഡോർ ടു ഡോർ.
ആ ആൺകുട്ടി ഡോർ ടു ഡോർ സാധനങ്ങൾ വിൽക്കുകയായിരുന്നു. ടിയേഴ്സ് ഓഫ് ജോയ് ഫ്ലഡഡ് ഹെർ ഐസ്, കണ്ണീന്ന് കുറെ കണ്ണീര് വന്നു എന്നാണ്. ദ യങ് വുമൺ ഗേവ് എ ഗ്ലാസ് ഓഫ് മിൽക്ക് ടു ദ ബോയ്, സ്ത്രീ പാല് കൊടുക്കുന്ന സിറ്റുവേഷൻ. ദ വുമൺ വാസ് അഡ്മിറ്റഡ് ഇൻ എ ഹോസ്പിറ്റൽ, സ്ത്രീയെ അഡ്മിറ്റ് ചെയ്തു ഹോസ്പിറ്റലിൽ. ഡോക്ടർ ഹോവാർഡ് പെയ്ഡ് ദ ബിൽ, ഡോക്ടർ ഹോവാർഡ് പെയ്ഡ് ദ ബിൽ. അപ്പൊ ഇത്രയും ഇവന്റ്സ് ആണ്. ആകെ നമുക്ക് കുറച്ച് ഇവന്റ്സ് ആണ് തന്നിരിക്കുന്നത്, 6 ഇവന്റ്സ് തന്നിട്ടുണ്ട്. അതിന്റെ ഓർഡർ മൊത്തം തെറ്റിച്ചാണ് തന്നിരിക്കുന്നത്. ഓർഡർ ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, ഓർഡർ ആക്കിയിട്ടുണ്ട്. ദ ബോയ് വാസ് സെല്ലിംഗ് ഗുഡ്സ് ഫ്രം ഡോർ ടു ഡോർ, അതല്ലേ ഫസ്റ്റ് ഇൻസിഡന്റ്. ദ യങ് വുമൺ ഗേവ് എ ഗ്ലാസ് ഓഫ് മിൽക്ക് ടു ദ ബോയ്. ദ വുമൺ വാസ് അഡ്മിറ്റഡ് ഇൻ എ ഹോസ്പിറ്റൽ, തേർഡ് ഇവന്റ് ആണ്. ഫോർത്ത്, ഡോക്ടർ ഹോവാർഡ് പെയ്ഡ് ദ ബിൽ. ഫിഫ്ത്ത്, ഷീ റെഡ് ദ വേർഡ്സ് റിട്ടൺ ഓൺ ദ ബിൽ. ടിയേഴ്സ് ഓഫ് ജോയ് ഫ്ലഡഡ് ഹെർ ഐസ്. അപ്പോൾ വായിച്ചു കഴിയുമ്പോൾ കണ്ണീര് വരുന്ന ആ ഭാഗം. അപ്പൊ 6 ഇവന്റ്സ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ അതിന്റെ കറക്റ്റ് ഓർഡർ അനുസരിച്ച് ചെയ്യുക. ഈ 6 ഇവന്റ് മാറ്റി വേറെ ഏതെങ്കിലും 6 ഇവന്റ് തന്നാലും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ലേ? കാരണം എന്താണ്, നമ്മൾ കഥ നന്നായിട്ട് മനസ്സിലാക്കിയില്ലേ? മിസ് പറഞ്ഞ കഥ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നില്ലേ? അപ്പോൾ എങ്ങനെ വന്നാലും നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. സെക്കൻഡ് ആക്ടിവിറ്റി ആണ്. ഇൻ ദ സ്റ്റോറി ഡോക്ടർ ഹോവാർഡ് കെല്ലി വർക്ക്സ് ഇൻ എ ഹോസ്പിറ്റൽ. അപ്പോൾ ഈ സ്റ്റോറിയിൽ ഡോക്ടർ ഹോവാർഡ് കെല്ലി എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്, നമുക്കറിയാം. ഹാവ് യു എവർ വിസിറ്റഡ് എ ഹോസ്പിറ്റൽ? നിങ്ങൾ എപ്പോഴെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടോ? ചാൻസ് ഉണ്ട് അല്ലേ, നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടാവും. കംപ്ലീറ്റ് ദ വേർഡ് ഗ്രിഡ് യൂസിങ് വേർഡ്സ് റിലേറ്റഡ് ടു ദ ഹോസ്പിറ്റൽ. അപ്പം നമുക്കിനി ഒരു വേർഡ് ഗ്രിഡ് തന്നിട്ടുണ്ട്, അത് ഹോസ്പിറ്റൽ റിലേറ്റഡ് കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പം അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ക്ലൂസ് ഉണ്ട്, ഓരോ വേർഡിന് ക്ലൂ ഉണ്ട്. ഫസ്റ്റ് വൺ, എ സബ്സ്റ്റൻസ് ഓർ ലിക്വിഡ് ദാറ്റ് യു ഡ്രിങ്ക് ഓർ swallow to cure an illness. ഒരു സബ്സ്റ്റൻസ് ആവാം, ഒരു സാധനമോ അല്ലെങ്കിൽ ഇത് ലിക്വിഡ് ആവാം. ചിലപ്പോൾ എന്താണ് ലിക്വിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെള്ളത്തിന്റെ രൂപത്തിലുള്ളത്, അതാണ് ലിക്വിഡ് എന്ന് പറയാ. ദാറ്റ് യു ഡ്രിങ്ക് ഓർ swallow, ചിലപ്പോൾ നമ്മൾ കുടിക്കും അല്ലെങ്കിൽ നമ്മൾ വിഴുങ്ങും. അപ്പൊ എന്തോ ഒരു സാധനം നമ്മൾ വിഴുങ്ങും അല്ലെങ്കിൽ എന്തോ ഒരു സാധനം നമ്മൾ കുടിക്കും. ടു ക്യൂർ ആൻ ഇൽനെസ്, അസുഖം മാറാൻ വേണ്ടിട്ട് കുടിക്കുന്ന ആ എന്തോ ഒരു സാധനം അല്ലെങ്കിൽ കഴിക്കുന്ന വിഴുങ്ങുന്ന ആ സാധനം, അതിനെന്താ വിളിക്കുന്ന പേര്? നമുക്കറിയാം, എന്താണ് നമ്മൾ വിളിക്കുക? മെഡിസിൻ. നമ്മൾ വിളിക്കുന്ന പേരാണ് മരുന്ന്, അല്ലേ? മരുന്ന് എന്ന് പറയൂലേ, മരുന്ന് വാങ്ങിക്കാനല്ലേ ഹോസ്പിറ്റലിൽ പോണ പാടില്ലാത്തപ്പോ, അല്ലേ? സ്മോൾ റൗണ്ട് പീസസ് ഓഫ് മെഡിസിൻ ദാറ്റ് യു swallow വിത്തൗട്ട് chewing. അപ്പൊ സ്മോൾ റൗണ്ട് പീസസ് ഓഫ് മെഡിസിൻ ദാറ്റ് യു swallow വിത്തൗട്ട് chewing, കടിച്ച് തിന്നാതെ നമ്മൾ കഴിക്കുന്ന വിഴുങ്ങുന്ന, swallow എന്ന് പറഞ്ഞാൽ എന്താണ്? വിഴുങ്ങുന്ന. ആ മരുന്നിന് പറയുന്ന പേരെന്താണ്? പിൽസ് എന്ന് പറയും. എന്താ പറയും? പിൽസ് എന്ന് പറയും. ഇനി a tube with a long needle that is used to inject drugs into a person's body or to take a small amount of blood from a person. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലോട്ട് എന്തെങ്കിലും ഒരു മരുന്ന് കുത്തിവെക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനോ എന്തിനെങ്കിലും ബ്ലഡ് എടുക്കുകയോ ചെയ്യുന്ന ആ സാധനത്തിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ സാധനത്തിന്റെ പേര് പറയുന്ന പേരെന്താണ്? സിറിഞ്ച്. ട്രീറ്റ്മെന്റ് ഓഫ് ഇഞ്ചുറീസ് by cutting the body open using instruments. നമ്മുടെ ബോഡി ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്ത് അതിനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആ പ്രവൃത്തിക്ക് പറയുന്ന പേരെന്താണ്? സർജറി. ഓപ്പറേഷൻ എന്ന് പറയില്ലേ, ഇപ്പൊ സർജറി ഓപ്പറേഷൻ ഒക്കെ കറക്റ്റ് ആണ്. അഞ്ചാമത്തേത്, a separate area in a hospital for people with the same type of medical condition. ഒരേ തരത്തിലുള്ള രോഗികളെ കിടത്തുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് വാർഡ്. A person who takes care of sick or injured people in a hospital. രോഗികളെ നോക്കുന്ന അല്ലെങ്കിൽ രോഗികളെ ശുശ്രൂഷിക്കുന്ന ആളിനെ പറയുന്ന പേരെന്താണ്? നഴ്സ്. കണ്ടിട്ടില്ലേ നഴ്സുമാരാ? A person who receives medical treatment in a hospital. ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് മേടിക്കുന്ന ആള്, ട്രീറ്റ്മെന്റ് സ്വീകരിക്കുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? പേഷ്യന്റ്. എന്താണ് നമ്മൾ വിളിക്കുന്നത്? പേഷ്യന്റ്. അപ്പൊ നമ്മളുടെ രോഗി അല്ലെ, പേഷ്യന്റ്. അപ്പൊ ഇതാണ് നിങ്ങളുടെ ഗ്രിഡ്. ഇത് ഫസ്റ്റ് നമ്മൾ മെഡിസിൻ എഴുതി അല്ലെ. മെഡിസിൻ. ഇനി നമുക്കറിയാം പിൽസ്, സിറിഞ്ച്. എന്തായിരുന്നു? സർജറി. ഫിഫ്ത്ത് വൺ എന്തായിരുന്നു? വാർഡ് അല്ലേ, ഓർക്കണല്ലേ? ഫിഫ്ത്ത് വൺ വാർഡ്, നേഴ്സ്. പിന്നെ ലാസ്റ്റ് വൺ
patient. മിസ് ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിരിക്കുന്നത് എക്സാം പോയിന്റ് ബുക്സ് റെഫർ ചെയ്തിട്ടാണ്. സോ യു ക്യാൻ ഓൾസോ റെഫർ ടു ദ എക്സാം പോയിന്റ് ബുക്സ് ഫോർ അഡീഷണൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആൻഡ് ആക്ടിവിറ്റീസ്. ഇപ്പോൾ വേറെ കുറേ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ടെക്സ്റ്റിലില്ലാത്ത നിങ്ങൾക്ക് അഡീഷണൽ ഇൻഫർമേഷനും ആക്ടിവിറ്റീസും ഒക്കെ എക്സാം പോയിന്റ് ബുക്സിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാവുന്നതാണ്. സോ വി ആർ വൈൻഡിങ് അപ്പ് ദിസ് ചാപ്റ്റർ, ദാറ്റ് ഈസ് എ ഗ്ലാസ് ഓഫ് മിൽക്ക്. നമ്മൾ ഇതിൻ്റെ ഓഥറിൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ് ടെൽസ് us ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് കൈൻഡ് അല്ലെ. എങ്ങനെ ഒരു മനുഷ്യന് ദയ എന്ന പ്രവൃത്തി അല്ലെ, ദയയുടെ ഇമ്പോർട്ടൻസ് പറയുന്ന ഒരു പാഠമാണ് നമ്മൾ പഠിച്ചത്. ഒരു ഗ്ലാസ് ഓഫ് മിൽക്ക് കൊടുത്തിട്ട് കിട്ടുന്നത് വളരെ ഉപകാരമുള്ള ഒരു കാര്യമാണ്. ആ സ്ത്രീക്ക് ആ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പൈസ ഇല്ലായിരുന്നു, അപ്പോൾ ട്രീറ്റ്മെന്റ് ഫുള്ള് ഫ്രീ ആയിട്ട് പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് ചെയ്യുന്നതിന് നാളെ കിട്ടും എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടി ഇല്ല. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹോവർഡ് കെല്ലിയും ആ ഓൾഡ് വുമണും നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു പാഠമുണ്ട്. വിശന്ന് വലിഞ്ഞ് വരുന്ന ഒരാൾക്ക് എന്താണ്, നമുക്ക് പറ്റാവുന്ന വിധത്തിൽ എന്തെങ്കിലും കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, വീട്ടിലോട്ടൊന്നും ആരെയും വിളിച്ച് കയറ്റാനൊന്നും പാടില്ല, അച്ഛനും അമ്മയൊന്നും ഇല്ലാത്തപ്പോൾ കേട്ടോ. അവരുള്ളപ്പം മാത്രമുള്ള ഹെൽപ്പിംഗ് ഒക്കെ മതി നമുക്ക്. കാരണം ലോകം അത്രയും മോശമായത് കൊണ്ടിട്ടാണ് മിസ് അങ്ങനെ കൂടി ചേർക്കുന്നത്. നമ്മുടെ ഈ പാഠം എഴുതിയപ്പോൾ അത്രയും മോശം ഒരു ലോകത്തിലല്ലായിരുന്നു നമ്മൾ ജീവിച്ചിരുന്നത്. അപ്പോൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ പരമാവധി ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഒക്കെ കുറച്ച് മതി. കളിയാക്കാനും ഉപദ്രവിക്കാനും ഒക്കെ ഒന്നും ആരെയും നിൽക്കാതിരിക്കുക. അത് നമുക്ക് ചെയ്യാലോ. വഴി കൂടി പോകുമ്പോൾ വയസ്സായവരൊക്കെ പോകുമ്പോൾ കളിയാക്കാൻ നിൽക്കരുത്. ഇപ്പം നിങ്ങൾ സൈക്കിളിന് പോകുകയാണ്, സ്പീഡൊക്കെ കുറച്ചിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കണവർക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്തൊക്കെ കൊടുക്കാം. അതൊക്കെ ദാറ്റ് ഈസ് ഓൾസോ കൈൻഡ്നെസ്. എനിക്ക് ക്ലാസ്സിൽ വേഗം പോകണം, എനിക്ക് എൻ്റെ കാര്യം, ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. അങ്ങനെ ഞാൻ ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഹോവർഡ് കെല്ലിയുടെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ അടുത്ത ചാപ്റ്റർ ആയിട്ട് കാണാം. അൺടിൽ ദെൻ ഇറ്റ്സ് ഗുഡ് ബൈ. താങ്ക് യു ചിൽഡ്രൻ.